ഇതെല്ലാം കണ്ട് ഞങ്ങൾ കുടിയന്മാരാന്ന് തെറ്റിദ്ധരിക്കല്ലേ. മദ്യത്തിന് ഞങ്ങൾ അടിമകളില്ല. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു രീതിയാണ്. ഇത് കണക്കി ഇത് പറഞ്ഞോ, നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. എന്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി ഇന്നു മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ വീർളപ്പള്ളിയുടെ കഥ കഴിഞ്ഞതാണ്. സഹിക്കാത്ത തടുപ്പാടെ അരപ്പേറ്റ് കൊണ്ടുതായേ കല്ലില്ലാത്ത പെണ്ണു കെട്ടി നാടുകൾ വരാതെയായേ മാറുകെട്ടി പോയതോടെ വടികളായേ അടുത്ത കാത്തരാതെയായേ മാപ്പിലായ പഴകുടിയ മദ്യമില്ല വൈദ്യനാഥോടെ മാത്രം ഒത്തുകിട്ടി വഴിയെല്ലാം ബാക്കി വെച്ചിറങ്ങു തേടിയുള്ള ചുറ്റി തിരുവാറുകാരനാക്കു വേണ്ടാത്ത ഒരാളായി നസുകാരെ തിരുവാറ് കൂട്ടി മൂടിക്കൊണ്ടുപോരേ ആ തിരക്കി മുമ്പേ പോലെ തിരവില്ലത് നഷ്ടമായേ കുത്തിരാച്ചു ചോക്ക് പരതി കിട്ടിടാതെ കീർത്തുമായേ കഷ്ടമാണ് രാധം വായിക്ക് രാത്രി മിത്ര കുഴപ്പമായേ പാവം കുട്ടി പാല് തേടി കപ്പ പാഞ്ഞു തെക്ക് തേടി നാട്ടുകാരെ തെറ്റുപാട് കൂട്ടി അവതാര് കെട്ടിത്തീരെ കുത്തിയാലേ നാട്ടുകാരെ തെറ്റുപാട് കൂട്ടി ശൂന്യമായേ ആടുകളുടെ പോയേ നാട്ടുകാരേ ഇത് ഞാൻ ഇതെന്റെ കൂട്ടുകാരൻ ചോദിച്ചു. ഇവരെന്ന് വെച്ചാൽ എനിക്ക് ജീവൻ. മേൽജാതിക്കാരനാണെങ്കിലും എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കും. മദ്യമില്ലാത്ത ആദ്യത്തെ ദിവസം ആർക്കും ഒരു സന്തോഷമില്ല. എനിക്കൊരു ഇത് പ്രേമില്ല. എന്റെ കൂട്ടുകാരിയാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്ന് അവളെ കണ്ടപ്പോൾ മുതൽ എന്റെ മനസ്സിലാവപ്പെടും. മദ്യമല്ല വേണ്ടതില്ല, അതല്ല എനിക്ക് വിട്ടേച്ചു. പക്ഷേ ഇരിക്കാനൊരു സ്ഥലം വേണം. വലിയ നദിയത്തെ ഞങ്ങളുടെ പഞ്ചായത്ത്. ഇതാദ്യ ഭാര്യയിലെ മകൻ രാജൻ, ഇത് രണ്ടാമത്തെ ഭാര്യയിലെ മകൻ ശിവാണ്. തന്നേക്കാൾ ബഹുമാനം കനകയ്ക്ക് കിട്ടുന്നതിനാൽ വലിയ നദി അദ്ദേഹത്തിന് ബാറിൽ ഒരു കണ്ണും. പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുന്നവർക്ക് 5 വർഷം
ബാർ നടത്താം. അത് കഴിഞ്ഞ് ആര് ജയിക്കുന്നുവോ അവർക്ക് നടത്താം എന്ന് പറയുന്നു. ബാർ കൈവിട്ടു പോയാൽ കിട്ടില്ലെന്നറിയാവുന്ന കനകയ്യ എതിർപ്പായിച്ചു. എന്നാൽ മദ്യം കിട്ടാതെ വശം കെട്ടിരുന്ന ജനങ്ങൾ ആ എതിർപ്പ് വകവച്ചില്ല. നാട്ടുകാർക്ക് മദ്യം കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കണ്ട് പിന്തുണ വേറെ വഴിയില്ല. എല്ലാവരും വലിയ നമ്പി അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ കളിയിൽ കനകയെ പെട്ടുപോയി. മദ്യം ജയിച്ചു. ആ നിമിഷം മുതൽ വീരളപ്പള്ളിയുടെ കഥ മാറി. കണ്ണാടി തൊഴറിയൂരെല്ലാം ചുറ്റുമ്പോൾ ചോറുണ്ടാറും മരഞ്ഞിടാറുണ്ട്. എഴുതുന്ന തെറ്റുമെന്തലമേലെ വെച്ചു ഞാൻ പാടും താണ്ടും പൊരിയിലിൽ ഉള്ളാതെ ഉപ്പിൽ മുക്കും വല്ലിക്കാം പകരെയാ കണ്ട പാലയ്ക്ക് തിന്നും പോൽ സന്തോഷം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എനിക്ക് വെണ്ണല ഇഷ്ടം. സൂര്യയോടുള്ള ഇഷ്ടത്തിലെയാണ് എനിക്ക് അന്നാ മനസ്സിലായി. സൂര്യ വേണോ വെണ്ണല വേണോ എന്ന് ചോദിച്ചാൽ ജീവൻ പോയാലും സൂര്യ മതിയെന്ന് മരിച്ചുപോയി. ഒരാഴ്ചക്ക് പഠിത്തമൊന്നുമില്ല. എല്ലാവരും പിന്നിപ്പോ. വലിയ നമ്പി അദ്ദേഹത്തിന്റെ ചിതയെറിയും മുമ്പ് മക്കൾ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ തീയരിയാൻ തുടങ്ങി. നാട്ടുപ്രമാണികളുടെ സ്വത്തുഭാഗം വെച്ചെങ്കിലും ബാർ മാത്രം സാധിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് ധരിക്കുന്നവർക്ക് ബാർ നടത്താമെന്ന് വലിയ നമ്പി അദ്ദേഹം ഉണ്ടാക്കിയ നിയമം ആ സമയത്ത് അവർക്ക് വഴികാട്ടി. നാട്ടിലെ രാഷ്ട്രീയ അധികാരം ഒരു വീട്ടിലേക്ക് മാത്രമായി ഒതുങ്ങാൻ അത് കാരണമായി. ബാറിന് മുകളിൽ പറഞ്ഞിരുന്ന കുടി രണ്ടായി കീറി അവർ പാർട്ടി ചിഹ്നമുണ്ടാക്കി. അധികാരത്തിൽ വരുന്നവർക്കാണ് ബാർ എന്ന് രാജൻ കരുതിയെങ്കിൽ മദ്യം കൊടുത്താൽ അധികാരം കിട്ടുമെന്ന് ശിവാണ്ണൻ വിശ്വസിച്ചു. രാജന്റെ വാക്കിനേക്കാൾ ശിവാണ്ണൻ ഒഴിച്ചു കൊടുത്ത മദ്യത്തിനായിരുന്നു മാറ്റുകൂടുതൽ. മദ്യം വീണ്ടും ജയിച്ചു. ശിവാണ്ണൻ ജയിച്ചെങ്കിലും രാജന്റെ ദൈവീയ തോൽവിക്ക് കാരണം വലിയ നമ്പി അദ്ദേഹത്തിന്റെ ചെറുമകൻ ശിവാണ്ണന്റെ മകൻ ചിന്ന നമ്പിയായിരുന്നു. വീരളപ്പള്ളിയുടെ കഥമാണെന്നതിനുള്ള മൂല കാരണം